ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിന്റെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ എല്ലാം നാവിലെ നിത്യവസന്തമായ ഫിഷ് മുരിങ്ങ മാങ്ങക്കറിയാണ്. നമ്മുടെ അമ്മമാരുടെ കൈപുണ്യത്തിൽ നമ്മുടെ മനസ്സിൽ എക്കാലവും സ്ഥാനം പിടിച്ച ഈ വിഭവം തയ്യാറാക്കുന്ന വിധവും ഒന്ന് മനസ്സിലാക്കിയാലോ? എങ്കിൽ തയ്യാറാക്കാം. ഒപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ 200 ഗ്രാം, വെളിച്ചെണ്ണ 5 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം, ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, അരമുറി തേങ്ങയുടെ 1/4 പാലും 2/4 പാലും വേണം, ഉപ്പ് ആവശ്യത്തിന്, മുരിങ്ങയ്ക്ക് 3 എണ്ണം, മാങ്ങ 1 എണ്ണം, കടുക് ആവശ്യത്തിന്, വറ്റൽമുളക് 4 എണ്ണം, തക്കാളി അരമുറി. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ചീനിച്ചട്ടിയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി എന്നിവ ഇട്ട് നന്നായി വഴറ്റണം. വഴറ്റതിനു ശേഷം 3 പച്ചമുളകും 2 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് വീണ്ടും വഴറ്റുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് ഇളക്കിയ ശേഷം തേങ്ങയുടെ 2/4 പാൽ ഒഴിച്ച് തിളപ്പിക്കണം. തിള വരുമ്പോൾ ആവശ്യത്തിന് മുരിങ്ങയ്ക്കയും 100 ഗ്രാം വീതമുള്ള 2 കഷ്ണം നെയ്മീനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പ് മാറ്റിയ ശേഷം അതിലേക്ക് ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും ചേർത്ത് വീണ്ടും 10 മിനിറ്റ് കൂടി വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ച് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 4 വാറ്റൽമുളക്, 2 ഇതൾ കറിവേപ്പില, 2 പച്ചമുളക്, തക്കാളി അരമുറി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് മൂപ്പിച്ച് തയ്യാറാക്കി വച്ചിരിക്കുന്ന മീൻ കറിയിൽ ചേർത്താൽ ഫിഷ് മുരിങ്ങ മാങ്ങാക്കറി തയ്യാറാകും. സ്വാദിഷ്ടമായ ഈ വിഭവം ട്രൈ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.